ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ചില ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ പിണങ്ങിയും വഴക്കിട്ടും ഇങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതുണ്ടാകുന്നൊരു ലാഭം ചില തിന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാഗ്രഹിക്കുന്ന തിന്മയൊന്നുമല്ല, പക്ഷേ പൈശാചിക പീഡ അവരെ മേൽ കയറി പിടിക്കും. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം, അയാൾക്ക് വടക്കേ ഇന്ത്യയിൽ അയാൾ വലിയൊരു കോൺട്രാക്ടറാണ്, സാമ്പത്തികമായിട്ട് ഒത്തിരി കഴിവുള്ള കുടുംബമാണ്. 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അയാളെ മകള് MSc പാസ്സായി. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ മകൾക്ക് കല്യാണാലോചന ആരംഭിച്ചു. പക്ഷെ മകള് പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവളേതോ പ്രേമബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ അവരന്വേഷിച്ചപ്പോഴോ അവൾ പ്രേമിച്ചത് ആ ടൗണിൽ കാസറ്റ് വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഹല്ലേലൂയ. അവനാണെങ്കിൽ 9ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ സമുദായത്തിൽപ്പെട്ട വ്യക്തിയുമല്ല. ഇവർക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇവൾ എന്ത് ചെയ്താൽ പിന്മാറുകയില്ല. അങ്ങനെ ഈ മാതാക്കന്മാർ ഇവളെയും കൊണ്ട് പല വൈദികരുടെ അടുത്തും ഒക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഒരു ദിവസം ഇവർ പോട്ടയിൽ വന്നു. അപ്പം ഞാനിവരെ കാണാനിടയായി. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എത്ര നാളായി ഈ പ്രേമബന്ധം തുടങ്ങിയിട്ട്? അവൾ പറഞ്ഞൊരു 3-3.25 വർഷമായി. ഞാൻ മാതാക്കന്മാരെ വിളിച്ച് മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു, ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും വെറുപ്പിലെ പടക്കത്തിലാണോ കഴിയുന്നത്? അപ്പോഴേക്കും അപ്പം പറഞ്ഞു, അച്ഛാ, ഭാഗോടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിലാണ്. അപ്പോൾ ഞാൻ ആ സഹോദരോട് പറഞ്ഞു, മകളെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുപ്പും പിണക്കും അവസാനിപ്പിക്കുക. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭൂമിയല്ല വലുത്, എൻ്റെ മകളാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോയ ശേഷം പുള്ളിക്കാരന് കിട്ടിയ വീതത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്ത് നിരുന്ന സഹോദരങ്ങൾക്ക് പങ്കുവെച്ച് പുള്ളി എല്ലാവരുമായിട്ട് ബന്ധം ശരിയാക്കി. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ കേസ് മുഴുവൻ അവസാനിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാവരും കൂടി പുള്ളിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ ഒരുമിച്ച് കൂടി. അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി കൊന്തയുടെ ഒരു രഹസ്യവും ചൊല്ലി വളരെ സ്നേഹത്തോടെ പിരിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഈ മകൾ ചെന്ന് അപ്പൻ്റെ കാലിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ, ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന്. വെറുപ്പും പിണക്കവും നമ്മൾ വിചാരിക്കും എനിക്ക് വെറുക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഇത്ര നേരം കേട്ടതെന്താ? വെറുപ്പും പിണക്കവും നമ്മളെയാണ് നശിപ്പിക്കുന്നത്. നീ നിന്നെ നശിപ്പിക്കാതെ ഒരിക്കലും നീ നശിക്കുകയല്ല. അപ്പോൾ സ്വയം നശിപ്പിക്കുന്ന പരിപാടിയാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനകത്ത് വളരെ പെട്ടെന്ന് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് ചെലുത്താനാണ്. അപ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക. ഏത് രീതിയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നാശം ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇത്രമാത്രം നമ്മളെ നശിപ്പിക്കുന്ന ഒരു ചിന്ത വേറെ ഇല്ല. നീ നിൻ്റെ ചിന്തയെ നീ പരിശോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും തരിപ്പണമായി തീരും. ചില കുടുംബങ്ങളിൽ ചില കുട്ടികൾ പ്രേമബന്ധത്തിലൊക്കെ പെട്ട് നശിക്കുന്ന കാണാൻ സാധിക്കും. എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക, വീട്ടിൽ ഭാര്യയും അപ്പനും അമ്മയും തമ്മിൽ വഴക്ക്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ചേ. ഒരിക്കൽ ഒരു സഹോദരൻ, പുള്ളി മാതാക്കന്മാരുടെ ഏക മകനാണ്. അപ്പന് ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ട്. അങ്ങനെ അപ്പൻ മരിച്ചു. ഇവൻ അവിടുത്തെ ആ ഇടവകയിലെ ഏറ്റവും വലിയ ഭൂമി ഉടമയായി തീർന്നു. അത് അവൻ്റെ ഉള്ളിൽ കുറച്ച് അഹങ്കാരമൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇടവകയിലുള്ള
ഒരു കുടുംബമായി വഴക്കിലായി, ഒരാളുമായി വഴക്കിലായി. അയാൾ ആ ഇടവകയിലെ ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനെ അയാളുമായി വഴക്കിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തലയ്ക്കകത്ത് എനിക്കിത്ര ഭൂമിയൊക്കെ ഉള്ളതല്ലേ, എന്തുകൊണ്ട് ഇവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ബിസിനസ്സുകാരന് എനിക്കായിക്കൂടാ? ഈ ചിന്ത പുള്ളിയുടെ തലയ്ക്കകത്ത് കയറി. പുള്ളി കുറച്ച് സ്ഥലമൊക്കെ വിറ്റു, കുറേ സ്ഥലം കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ച് ലോണെടുത്ത് പുള്ളി വലിയൊരു ബിസിനസ് അങ്ങ് തുടങ്ങി. അതൊരിക്കലും ഒരു നഷ്ടം വരുന്ന ഒരു ബിസിനസ് അല്ല. പക്ഷേ എന്തോ വേറെ പല കാരണങ്ങളും ഒരുമിച്ച് കൂടി കുറേ നാളത്തേക്ക് ആ ബിസിനസ് തുടങ്ങിയ ശേഷം പൂട്ടിയിടേണ്ടി വന്നു. അപ്പോഴേക്കും ബാങ്കിലെ പലിശയൊക്കെ അങ്ങോട്ട് കൂടി എന്ത് വേണ്ടേ, വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായി. അങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ ഇടയില്ലാത്തതാണ്. പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ലെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾ ഈ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, ആ തീരുമാനം ഇയാൾ എടുക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ സ്നേഹമല്ല ഉണ്ടായിരുന്നത്, ആരോടോ വെറുപ്പാണ് ഇരിക്കുന്നത്. നീ വെറുപ്പിലും വൈരാഗ്യത്തിലും ഇരിക്കുമ്പോൾ നീ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന തീരുമാനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പും പിണക്കവുമാണ് ഇരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പിന്നെ നമ്മളെ നയിക്കുന്നത് വേറെ ശക്തിയായിരിക്കും, പൈശാചിക പീഡയായിരിക്കും. ഹല്ലേലൂയ. വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കുക എന്നത് നിന്റെ ആവശ്യമാണ്. നീ അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല. കാരണം നിന്റെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നിടത്തോളം കാലം നീ ശാരീരികമായി നശിക്കുന്നു, മാനസികമായി നീ രോഗിയായിത്തീരുന്നു, ആത്മീയമായി നീ തകരുന്നു. ടോട്ടൽ നാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് വെറുപ്പിൻ്റെയും പിണക്കത്തിൻ്റെയും ചിന്ത കളയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളിൽ കണക്കുന്ന ആ വെറുപ്പും പിണക്കവും കളയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ആ വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കാൻ സാധിക്കുക? നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത്? പ്രിയപ്പെട്ടവരെയും, നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞേ വിഷം ഇറക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പ് കടിയും കഴിഞ്ഞ് പോയാലേ അത് വിഷം ഇറക്കാൻ വേണ്ടി വരുമോ? ആർക്കറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ നിനക്ക് അപമാനം വരുത്തിയത് അവരെ കൊണ്ട് അത് പരിഹരിപ്പിക്കുക. ആരാണോ നിനക്ക് നഷ്ടം വരുത്തിയത് അവരെ കൊണ്ടത് പരിഹരിപ്പിക്കുക. ആരാണോ നിന്നെ മുറിവേൽപ്പിച്ചത് അവരെ കൊണ്ട് വേണം അത് പരിഹാരം ചെയ്യാൻ. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ കാഴ്ചപ്പാടാണ്. ഇതാണ് നമ്മൾ തലയ്ക്കകത്തിരിക്കുന്നത്. എന്നെ ആരാണോ മുറിവേൽപ്പിച്ചത് അവരെ കൊണ്ട് വേണം ഈ മുറിവ് ഉണക്കാൻ. ആരാണോ എനിക്ക് നഷ്ടം വരുത്തിയത് അവരെ കൊണ്ട് തന്നെ ഇത് വീട്ടിക്കണം. ഇതാണ് നമ്മുടെ തലയിലെ ചിന്ത. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കുകയും ഒരിക്കലും അത് സംഭവിക്കാറുമില്ല. നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തിക്കും നിനക്ക് നഷ്ടം വരുത്തിയ വ്യക്തിക്കും അതൊക്കെ മാറ്റി തരാനായിട്ട് അവർക്ക് തോന്നുന്നില്ലെങ്കിലോ നീ ഇങ്ങനെ മുറിവേറ്റവനായി എന്നും ഇങ്ങനെ നടക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണെന്നറിയാവോ?
ആര് നിനക്ക് നഷ്ടം വരുത്തിയാലും, ആര് നിനക്ക് മുറിവ് ഉണ്ടാക്കിയാലും ആ മുറിവ് ഉണക്കിത്തരുന്നതും നഷ്ടം പരിഹരിച്ചു തരുന്നതും നമ്മുടെ കർത്താവായ ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്നെ സുഖപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ്. യേശു നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും. യേശു നിന്റെ മുറിവ് സുഖപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് മുറിവുണക്കുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടം പരിഹരിച്ചു തരിക എന്നത്.